എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖാണോ? അപ്പഴേ എനിക്കിത് ഈ പാടം എന്നൊക്കെ പറയുമ്പോൾ, ഈ കൃഷി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലേ, എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ മുന്നേ ഞാൻ പറയട്ടെ, നമ്മൾ ഈ ചാനൽ, ബിസ്മി വ്ളോഗ് ചാനൽ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിലും യൂട്യൂബിലാണ് കാണണമെങ്കിലും, ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷനൊക്കെ അമർത്തണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു ഭംഗി, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഈ ഒരു എന്താ പറയുക, ഇത്രയും എത്ര പിന്നെ എന്താ പറയുക, സ്വർണ്ണ കൊട്ടാരാണെങ്കിൽ പോലും ഇത്രയ്ക്ക് ഭംഗി നമുക്ക് തോന്നൂല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്കങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതിനെ സ്നേഹിക്കണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മ പണിക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ്. കാരണം എൻ്റെ അമ്മ കൊയ്യാൻ പോകുമ്പോൾ ഞങ്ങളും പോകും പാടത്തേക്ക്. കറ്റ എന്നെ കൊണ്ടൊന്നും കഴിയില്ല. ഞാനൊക്കെ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്താ പറയുക, അങ്ങോട്ട് നോക്കി കൊക്കുകളൊക്കെ കൂട്ടിലേക്ക് പോകാൻ തുടങ്ങിയിട്ട്, അപ്പോൾ സമയം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇവിടെ വന്ന് ഒരു വീഡിയോ ചെയ്യണം തോന്നിയത്. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ, എൻ്റെ നാട്ടിലാണ് ഈ ഒരു പാടം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഉമ്മ കൊയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ പോകും, ഞാനും എൻ്റെ അനിയത്തിമാരൊക്കെ പോകും. എന്നിട്ട് ഞങ്ങൾക്ക് കഴിയുമ്പോലെ ഞങ്ങൾ കറ്റ ഉമ്മാൻ്റെ ഒപ്പം ഏറ്റി കൊണ്ടുപോകും. അന്ന് കല്ല് വെച്ചിട്ട് നെല്ല് അയിമ വെച്ച് ഇങ്ങനെ തല്ലും. എന്നിട്ട് ഇങ്ങനെ ഒരു കൂമ്പാരം കൂട്ടിയിടും. അതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. അന്ന് എനിക്കൊക്കെ ഒരു 13-14 വയസ്സ്, 10 വയസ്സായെന്ന് മുതലേ ഉമ്മാൻ്റെ കൂടെ ഞങ്ങൾ ഇതിനൊക്കെ കൂടും കേട്ടോ. എന്നിട്ട് ഈ ഒരു പിന്നെ ചാണകം മെഴുകിയിട്ടുള്ള വലിയ മുറ്റാവും കേട്ടോ. എന്നിട്ട് ആ മുറ്റത്ത് ഉമ്മ മാത്രമാവില്ല, ഉമ്മാൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. എൻ്റെ ഓർമ്മയിലുള്ളത് സരോജിനി എടുത്തി, അമ്മു എടുത്തി, പിന്നെ കുറേ ഉണ്ട്, എനിക്ക് പേര് കിട്ടണില്ല കേട്ടോ. ആ ചേച്ചിമാരൊക്കെ ഉണ്ട്, കമല എടുത്തി, ഇവർ 3 എനിക്ക് കിട്ടുന്നത്. പിന്നെ ഒരു കുലുസാത്ത ഓലൊക്കെ ഉണ്ട്. വേറെയും കുറേ ആൾക്കാർ കേട്ടോ. പറയുകയാണെങ്കിൽ പണിക്കാർ 8-10 പണിക്കാരുണ്ടാവും. എന്നിട്ട് വലിയ മുറ്റാകും കേട്ടോ. ആ മുറ്റത്തിൻ്റെ ഓരോ മൂലക്ക് ഓരോരുത്തർക്ക് കിട്ടിയ കറ്റങ്ങനെ കൂട്ടിയിടും. കറ്റ എന്ന് പറയുന്നത് ഈ ഞാറുണ്ടല്ലോ, ഇത് നട്ടിട്ട് ഇത് നെല്ലായി വന്നിട്ട് പഴുത്തിട്ട് കൊയ്ത്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതറിയില്ല, നെല്ല് എന്താണെന്ന് അറിയില്ല. ഇനി ഇത് കൊയ്യണ ആ ടൈമിൽ ഞങ്ങൾക്ക് നെല്ല് എന്താണെന്ന് മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ മക്കൾക്ക് എങ്ങനെയാണ് ഈ അരി കിട്ടുന്നത്, എങ്ങനെയാണ് ഈ നെൽമണി ഉണ്ടാകുന്നത് കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ പാഠപുസ്തകത്തിലുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. പണ്ടൊക്കെ നമുക്ക് നെല്ല് മുളപ്പിക്കണതും അതിൽ നിന്ന് നെല്ല് കൊയ്ത് അത് കറ്റ വെട്ടി തച്ച് കറ്റൊക്കെ കെട്ടി നെല്ലൊക്കെ ഉണ്ടാക്കി, ഇതൊന്നും മക്കൾക്ക് അറിയില്ല. അപ്പോൾ ഈ കൃഷിക്കാർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഓരോ അരിമണി കിട്ടുന്നത്. ആ ചോറാണ് നമ്മൾ ഇപ്പോൾ, നമ്മളെ കാര്യമല്ല, ഏതൊരു കല്യാണമായാലും എന്തായാലും നമ്മളിത് ഒരു നെന്മണി, ഒരു അരിമണി ഉണ്ടാണെങ്കിൽ എത്ര ഒരു കൃഷിക്കാർ കഷ്ടപ്പെടണം. കണ്ടില്ലേ, ഈ ചേറിൽ ഇങ്ങനെയും കഷ്ടപ്പെട്ടിട്ട് ഞാറ് നട്ട് അത് ഇതിൻ്റെ വളങ്ങളും വെള്ളങ്ങളൊക്കെ കൊടുത്ത് കൊയ്ത് ഒരു നെന്മണി, ഒരു അരിമണി നമുക്ക് കിട്ടണമെങ്കിൽ, ഒരു പിടി ചോറ് കിട്ടണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം. അതിൻ്റെ വിലയൊന്നും ഇന്നത്തെ മക്കൾക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ മക്കൾക്ക് ശരിക്കും ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഉമ്മാൻ്റെ കൂടെ കറ്റ കെട്ടാൻ പോയെന്നു. കുട്ടി അതിനൊന്ന് ഏകദേശം ഒരു 17 വയസ്സ് വരെ ഞാൻ ആ പണിയൊക്കെ ചെയ്തിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അതൊക്കെ ഒഴിവാക്കേണ്ടി വന്നത് കേട്ടോ. പിന്നെ എൻ്റെ അമ്മ ടാപ്പിങ് ആരിയായി. വാപ്പാൻ്റെ കൂടെ വാപ്പ ടാപ്പിങ്ങാരനായിരുന്നു. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ വെട്ടാൻ പോയി. ഉമ്മ പിന്നെ ടാപ്പിങ്ങാരത്തിയായി. പിന്നെ അമ്മ ഈ പണിയൊക്കെ ഉപേക്ഷിച്ചു. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ ഉണ്ട്. പിന്നെ നെല്ല് കൊയ്ത് വന്നിങ്ങനെ കെട്ടി അത് നെല്ലിൻ്റെ കൂമ്പാരത്തു നിന്ന് കുറേ നെല്ല് ഉമ്മാക്ക് കൊടുക്കും, കുറേ നെല്ല് മുതലാളിമാർ കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ നെല്ല് ചാക്കിൽ കെട്ടി ഉമ്മ കൊണ്ടുവരും വീട്ടിലേക്ക്. എന്നിട്ട് പിന്നെ ആ നെല്ലുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, അവലിടിക്കും. അതെങ്ങനെ അവലിടിക്കാന്നൊന്നും എനിക്കറിയില്ല. നെല്ല് വറുക്കുകയാണ്, എന്നിട്ട് ഉരലിലിട്ട് കുത്തുകയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ എന്ത് ചെയ്യുന്നറിയോ, ഇന്ന് കുട്ടിക്കാലത്ത് ആ ഒരു ഓർമ്മയൊക്കെ എനിക്കത് കാണുമ്പോൾ വരികയാണേ. ആ അവലും ചായയും അതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ പഴവും ശർക്കരയൊക്കെ കുഴച്ചിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അന്നത്തെ മില്ല് കൊണ്ടെങ്ങാണ്ട് ഈ നെല്ല്
പുഴുങ്ങി ഉണക്കി നല്ല നെല്ലുത്തരിച്ചോറ് അല്ലേ, എന്താ രസം ആ ചോറിനൊക്കെ, എന്താ ടേസ്റ്റ്. ആ ഒരു അരിയൊന്നും ഇപ്പം നമുക്ക് ഇവിടെ കിട്ടാനില്ല, നാച്ചുറലായിട്ടുള്ള ഒന്നും കിട്ടാനില്ലല്ലേ. അപ്പോൾ കൂട്ടുകാരെ ഒന്ന് നോക്കി, എന്തോ ഒരു ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഇനി ഇതൊക്കെ നെല്ലായി നിൽക്കണ കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ, നല്ല അടിപൊളിയായിരിക്കും ഇതൊക്കെ നെല്ലായിട്ട് കാണാൻ. അപ്പോൾ ഇത് ഒരുപാട് ഏക്കർ കണക്കിനുള്ളൊരു പാടാണ് കേട്ടോ. അപ്പോൾ ഇത് പണി ചെയ്യുമ്പോഴും കറ്റ കെട്ടുമ്പോഴും കൊയ്യുമ്പോഴും അതുപോലെ തന്നെ ഞാറ് നടുമ്പോഴൊക്കെ കാണാനും ആ കൃഷിക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ആയി കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ഇതുപോലുള്ള ഞാറ് തൈകളാണ് വളർന്ന് നെല്ലായിട്ട് വന്ന് അതിന്മേൽ ഇഷ്ടംപോലെ നെന്മണികൾ ഉണ്ടായി അത് കൊയ്ത് നമുക്ക് അരിയായിട്ട് കിട്ടുന്നത് നമ്മളെ ഓരോ മക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. പാഠപുസ്തകത്തിൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. അതൊക്കെ നമ്മളെ മക്കൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം, അറിയിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഈ ഒരു പാടം കണ്ട ഇവിടുന്ന് പോവാൻ തോന്നൂല കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നേ ഇഷ്ടംപോലെ കൊക്കുകളും തുമ്പികളും എന്താ പറയുക പല പല പക്ഷികളും ഇതിലുണ്ടായിരുന്നു, വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, കുളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം പറന്ന് പോയി, കാരണം ബാങ്ക് കൊടുത്തുട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കൊയ്ത്തും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ കൃഷി ഇഷ്ടമുണ്ട്, ആരൊക്കെ കൃഷിനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ആത്മാർത്ഥമായിട്ട് എന്താ പറയുക ഈ പ്രകൃതിയെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അത്രയും ഇഷ്ടമാണ്. അതുമാത്രമല്ല എനിക്ക് ഇങ്ങനെയുള്ള ജോലി ചെയ്യാനും ഇഷ്ടമാണ്, താല്പര്യമാണ്, ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടമാണ്. കൃഷിക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഒരു അരിമണി കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് ആരും അത് ചിന്തിക്കണില്ല. അപ്പോൾ അരിമണി എന്ന് പറയുന്നത് പടച്ചോനാണ് അല്ലേ, ദൈവത്തിനെ പോലെ കാണുന്നത് നമ്മൾ ഭക്ഷണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലെത്തും. നിങ്ങളെ സ്വന്തം ബിസ്മി വ്ളോഗ്. ടാറ്റാ. പാടം വരമ്പുണ്ടോ? ഒരു പക്ഷിത്തൂവൽ.